കോഴിക്കോട് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിയിൽ അത്യാവശ്യ മരുന്നുകൾ കിട്ടാതെ വലഞ്ഞു രോഗികൾ. പ്രമേഹ രോഗികൾക്കുള്ള ഇൻസുലിൻ പോലും ഫാർമസിയിൽ നിന്നും ലഭിക്കുന്നില്ലെന്ന് പരാതി. മാസങ്ങളായിട്ടും മരുന്ന് ക്ഷാമത്തിന് പരിഹാരം കാണാതെ ആരോഗ്യവകുപ്പ്. നിർധനരായ രോഗികൾ വില കൂടിയ മരുന്നുകൾക്കായി സ്വകാര്യ മരുന്ന് ഷോപ്പുകളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണ്. മരുന്ന് വിതരണക്കാർക്കുള്ള കുടിശ്ശിക തുക വൈകുന്നതാണ് മരുന്ന് ക്ഷാമത്തിന് കാരണമെന്ന്. ഒറ്റയടിക്ക് ഇതെല്ലാം കേരളത്തിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ വിഷയം പോലെയായി. മാത്രമല്ല ആർക്കും ഇതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ട, ഒരു മീഡിയയ്ക്കും ഇതിനെക്കുറിച്ച് അന്തിച്ചർച്ച നടത്തണ്ട. ഇതിനു പുറമെ KSRTC ശമ്പളം മുടങ്ങി, പ്രവാസി ക്ഷേമ പെൻഷൻ മുടങ്ങി, സ്കൂൾ യൂണിഫോം മുടങ്ങി, വൈദ്യുതി മുടങ്ങി. കേരളം ഒന്നാകെ ഇരുട്ടിലായി. ഇപ്പൊ ആശുപത്രികളിലൊന്നും മരുന്നുകളില്ല. വയനാട് ടൗൺഷിപ്പ് മുടങ്ങി. സ്ത്രീ സുരക്ഷയ്ക്കുള്ള പദ്ധതികളെല്ലാം മുടങ്ങി. മനസ്സിലാക്കണം, പണ്ട് തകരുന്ന സിസ്റ്റം ശരിയാക്കാനെങ്കിലും ആളുണ്ടായിരുന്നു. ഇന്ന് കേരളത്തിനു ചുറ്റും നുണകളുടെ ഒരു കോട്ടമതിൽ തന്നെ കെട്ടുവാണ് നമ്മുടെ പൂക്കി മേനോൻ മുഖ്യമന്ത്രി. ഇവര് വലിയ കാര്യത്തിൽ പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന കേരളത്തിന്റെ ഡെവലപ്മെന്റിന്റെ വലിയൊരു ഭാഗമായി തീരേണ്ടിയിരുന്ന പ്രിയദർശിനി ബസ്സുകളും ഇന്ന് കട്ടപ്പുറത്താണ്. മനസ്സിലാക്കണം, BJPക്കും കോർപ്പറേറ്റ് കമ്പനികൾക്കും വേണ്ടി കേരളത്തെ വിറ്റു തൊലച്ചതിന് ഇതിലും വലിയൊരു ഉദാഹരണമില്ല, ഇതിലും വലിയ തെളിവില്ല.